ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ ദിവസം നല്ല സൂപ്പർ ദിവസമായിരുന്നു. രാവിലെ തന്നെ നിഫ്റ്റി ഓപ്പണിംഗ് പ്രൈസിൻ്റെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഫസ്റ്റ് തന്നെ ഒരു വലിയ ഗ്രീൻ ക്യാനിലായിരുന്നു. തിരിച്ച ഒരു റീട്രേസ്മെൻറ്റ് വന്നിട്ട് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. തിരിച്ച് പിന്നെയും വന്നു ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. സെയിം ടൈമിൽ നിഫ്റ്റിയും അതുപോലെ തന്നെ താഴെ വന്നു. ഈ വി വാപ്പിൻ്റെ മുകളിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകുന്ന പോലെ ഇങ്ങനെ കാണിക്കുകയായിരുന്നു. അതിൽ നിഫ്റ്റിയിൽ ഈ ഒരു ചെറിയൊരു സ്വിങ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലത്തെ ആൾക്കാർ SL ഒക്കെ അടിച്ചപ്പോൾ ഞാൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരുമിച്ച് ഒരു പൊസിഷൻ ഉണ്ടാക്കി. അതിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞത് ഈ നമ്മുടെ 2.6 ആയിരുന്നു. 2.6 ബാങ്ക് നിഫ്റ്റിയിലും കിട്ടി, നിഫ്റ്റിയിലും അത്ര തന്നെ പോയിൻ്റ് കിട്ടി. പിന്നെ നല്ല ഉറക്കം വന്നപ്പോൾ ഞാനൊന്ന് പോയി കിടന്നുറങ്ങി. പിന്നെ എണീറ്റപ്പോൾ ഈ ഒരു മൂവ് നല്ല രീതിയിൽ മിസ്സായി. ഈ താഴത്തേക്ക് ഫോളോ ചെയ്തൊക്കെ മിസ്സായി. അതിൽ ഞാൻ തിരിച്ച് മുകളിലേക്ക് കയറുമ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ കണ്ടോ, ഇതിൽ ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ 1 hour വരച്ച് വെച്ചൊരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. 2 ദിവസം മുന്നേ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം. ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു, മറ്റേ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിൻ്റെ ഈ ഒരു ചാനലായിട്ട് പോകുന്ന ട്രെൻഡ് ലൈനിൻ്റെ അടിഭാഗത്ത് ക്രോസ് ചെയ്തപ്പോൾ തിരിച്ച് മുകളിലേക്കുള്ളൊരു മൂവ്, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ ഇരിക്കുകയാണ്. സെയിം ടൈമിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒക്കെ എടുക്കുമ്പോൾ ഇതിൽ ഇവിടെ കണ്ടോ, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പോലത്തെ പാറ്റേൺ ആയിരുന്നു. ഒരു ഷോൾഡർ, ഹെഡ്, പിന്നെ ഒരു ഷോൾഡർ. ആ ഷോൾഡറിൻ്റെ ബ്രേക്ക് ഔട്ട് വന്നു. താഴത്തേക്ക് ഒരു ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ കുറേ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ഹെഡൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ കുറേ സെല്ലേഴ്സ് വരും. അപ്പോൾ അങ്ങനെ സെല്ലേഴ്സ് വന്നപ്പോൾ ഇവിടുന്ന് ശരിക്കും ഒരു ഫാൾ വരികയാണെന്നുണ്ടെങ്കിൽ കുറേ ഫോളോ ചെയ്യാനുണ്ട്, ഇവിടെ കുറേ ഏരിയാസ് കവർ ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന് റിവേഴ്സായി പോയത് ഒന്ന് ഈ ട്രെൻഡ് ലൈനിൻ്റെ എൻഡിലും, രണ്ടാമത് ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ വന്ന് അതിൻ്റെ ബ്രേക്ക് ഔട്ട് കാണിച്ചിട്ട് ആൾക്കാരെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വെയിറ്റ് ചെയ്തു. ഇവിടെ ഇങ്ങനൊരു ട്രെൻഡ് ലൈനും കൂടി പോകുന്നുണ്ട്, മുകളിലത്തെ സൈഡിൽ ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ഇതിൽ കാണിച്ചു തരാം. ഇവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. ഈ ട്രെൻഡ് ലൈൻ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ഇത് കുറച്ചിങ്ങനെ ബ്രേക്ക് ആയപ്പോൾ ഞാൻ ഇവിടെ എൻ്റർ ചെയ്തു. രണ്ടിലും എൻ്റർ ചെയ്തു, ബാങ്ക് നിഫ്റ്റിയിലും എൻ്റർ ചെയ്തു. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത് ഈ മുകളിലേക്കെല്ലാം കുറച്ച് ചെറിയൊരു മൊമെൻറ്റം പിടിച്ചു. പിന്നെ രാവിലത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4,000 സംതിങ് ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഉള്ള ഒരു വലിയ ലാസ്റ്റത്തെ ഒരു ഷോർട്ട് കവറിങ്ങിൻ്റെ മൂവിൽ ഒരു 1,900 സംതിങ് കിട്ടി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ താഴത്തേക്കുള്ള ഒരു ചെറിയ പൊട്ട് എടുത്തിരുന്നു. അത് ഇവിടുന്ന് ഈ ഫാളോ ചെയ്തപ്പോൾ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതിൽ ഫാള് വന്നു, തിരിച്ചതിങ്ങനെ പോകുമ്പോൾ ഞാൻ ഏകദേശം കോസ്റ്റിൽ ഞാനിത് കട്ട് ചെയ്തു. അപ്പോൾ ലോസ് ഇല്ലാതെ ജസ്റ്റ് ഒരു ചെറിയൊരു പ്രോഫിറ്റിൽ അത് കട്ട് ചെയ്തു. അതൊക്കെയാണ് ഇന്നുണ്ടായത്. അപ്പോൾ ഇന്നത്തെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് 6,889 ആണ് ഇന്നത്തെ പ്രോഫിറ്റ്. അപ്പോൾ ജി ബോയ്സ്.